തിരുമേനി ദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് തിരുമേനി ഇപ്പോൾ കുന്നോളത്താരമനയിൽ എത്തിയിരിക്കുന്നത്. യാത്രാക്ഷീണം ഒരുപാടുണ്ട്. എന്നാലും കുറച്ച് സമയം തിരുമേനിയോടൊപ്പം ഇരിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. തിരുമേനി കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സഭ സമർപ്പിച്ച, ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് പ്രൊട്ടക്ഷൻ കേസുകളെ സംബന്ധിച്ച പല വാർത്തകൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് വ്യക്തമായ ചില നിലപാടുകൾ ഓർത്തഡോക്സ് സഭ എടുത്തു എന്നും ഈയിടെ മാധ്യമങ്ങളിൽ അത്ര മെയിൻ ചാനലുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് തിരുമേനി ഒന്ന്, കാരണം ഒരുപാട് പേര് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനെക്കുറിച്ച് തിരുമേനി ഒന്ന്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് എന്നും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല. മലങ്കര സഭയുടെ എക്കാലത്തെയും നിലപാട് ഇത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. അതിൻ്റെ പ്രധാന മേലധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായാണ്. ഒപ്പം അത് നമ്മുടെ ഭരണഘടനയുടെ സെക്കൻഡ് ക്ലോസാണ്. ഒപ്പം തേർഡ് ക്ലോസിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മറ്റൊരു ചിത്രം കൂടിയുണ്ട്. മലങ്കര സഭയുടെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും അവകാശം മലങ്കര മെത്രാപ്പോലീത്തായി നിക്ഷിപ്തമാണ്. അപ്പോൾ ഉടനെ ചോദിക്കുമ്പം ഒന്നാം ക്ലോസ് ഇതിന് എനിക്കറിയില്ലേ? അറിയാം. ഒന്നാം ക്ലോസ് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ അഥവാ മലങ്കര സഭ സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പാത്രിയർക്കീസ് ബാവയാണ്. അത് ആദ്യം പാത്രിയർക്കീസ് ബാവ എന്ന് മാത്രമാണ്. പിന്നെ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്ന് അത് 58 ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആരാണ് ആ പാത്രിയർക്കീസ് ബാവ? സുറിയാനി സഭയുടെ അധ്യക്ഷനായിട്ട് നമുക്കറിയാവുന്നത്. ആ പാത്രിയർക്കീസിനെ അന്ത്യോക്യ പാത്രിയർക്കീസ് എന്ന് വിളിക്കുന്നത് കൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ. ആ സുറിയാനി സഭയുടെ വിഭാഗമാണ്, ഭാഗമാണ് എന്നല്ല. ദ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചസ്. സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അധ്യക്ഷൻ പാത്രിയർക്കീസ് എന്നറിയപ്പെടുന്നു. പൗരസ്ത്യ സുറിയാനി സഭയുടെ അധ്യക്ഷൻ കാതോലിക്ക എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും ഒരു വാക്ക് തന്നെയാണ്. ഇതെല്ലാം ചരിത്രപരമായി കാലാകാലങ്ങളിൽ ഉണ്ടായതാണ്. അതിൽ പാത്രിയർക്കീസ് എന്ന വ്യക്തിയുടെ സ്ഥാനിക നാമം അഥവാ സഭാപരമായ നാമം ഇഗ്നാത്തിയോസ് എന്നാണ്. ഒക്കെ വളരെ ലേറ്ററായിട്ടാണ്. ആദ്യമൊന്നും എല്ലാവരും ഇഗ്നാത്തിയോസ് എന്നല്ല, ഇഗ്നാത്തിയോസ് നൂറോനോ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇഗ്നാത്തിയോസ് എന്നൊന്നും ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഇഗ്നാത്തിയോസ് എന്ന് ക്ലിപ്തപ്പെടുത്തി. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ബാവ അപ്രേം, കരീം അപ്രേം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ ഇഗ്നാത്തിയോസ് എന്ന സംജ്ഞ കിട്ടും. അതുപോലെ തന്നെ പൗരസ്ത്യ കാതോലിക്കോസ്, പൗരസ്ത്യ സിംഹാസനം, അത് എഡേസായാലും മലങ്കരയിലായാലും അത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ്. ആ പൗരസ്ത്യ സഭയുടെ സിംഹാസനം മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിത്വമാണ്. ആ സ്ഥാനത്തിന് ബസേലിയോസ് എന്ന് പേരുണ്ട്. ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കാതോലിക്കായുടെ സ്ഥാനീയ നാമം ബസേലിയോസ് എന്നാണ്. ഇത് രണ്ടും സുറിയാനി സഭയിലെ വിഭാഗങ്ങളാണ്. അല്ലേ? നമ്മൾ ഇവ ഒന്നിച്ചു വരുമ്പോൾ അതിനൊരു വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു സുന്നകദോസ് ചേരുന്നുവെങ്കിൽ ഇവരൊന്നിച്ചു വരുമ്പോൾ സ്ഥാനന്യായേന
ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, തോമസ് ലീഹായേക്കാൾ മൂപ്പുമുറ പത്രോസ് ലീഹായ്ക്കാണ്. ആ മൂപ്പുമുറ സഭകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനന്യായന സമന്മാരിൽ മുൻപൻ എന്ന സ്ഥാനം ഇഗ്നാത്തിയോസ് നാമം ധരിക്കുന്ന ആൾക്ക് ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് യെരുശലേമിലെ സുറിയാനിക്കാർ പല സ്ഥലത്തു നിന്നായിട്ട് ആദ്യത്തെ മാതൃ യെരുശലേം സഭകളുടെ അമ്മ എന്ന് വിളിക്കും. ആ സഭ പൂർണ്ണമായിട്ട് നാമാവശേഷമായി. പല ഇൻവേഷൻസ് ഉണ്ടായി, പല ആധിപത്യങ്ങളുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് യെരുശലേമിൽ വീണ്ടും സുറിയാനിക്കാർ, അർമേനിയൻസ്, സിറിയൻസ്, കോപ്റ്റ്സ്, ഇതൊക്കെ യെരുശലേമിൽ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അർമേനിയൻ, കോട്ടർ, സിറിയ, ഇങ്ങനെ സിറ്റിയെ തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ മർക്കോസിൻ്റെ ദയറ, അതും ക്ലിയർ ചെയ്യാനുള്ളത്, മർക്കോസിൻ്റെ മാളികയല്ല. കർത്താവ് ഈ എന്താണ് തിരുവത്താഴ് നടത്തിയ മർക്കോസിൻ്റെ മാളിക അതാണോ അറിയില്ല. മർക്കോസിൻ്റെ മാളിക തന്നെ 3 യെരുശലേമിൽ കാണാം. ഇതൊന്നും ഒക്കെ വലിയ ഇത് കാണുമ്പോൾ അസ്യൂമിങ് ആണ്, അസംഷൻസ് ആണ്. എന്നാൽ ഇവിടെ അങ്ങനെ വലിയൊരു മാളികയില്ല, എന്നാൽ മനോഹരമായൊരു ദേവാലയമുണ്ട്. അത് മർക്കോസിൻ്റെ ദയറ. ആ മർക്കോസിൻ്റെ ദയറ സിറിയക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ യെരുശലേമിലെ ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ ഒരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനനാമം ഗ്രിഗോറിയോസ് എന്നാണ്. ഗ്രിഗോറിയോസ്. അപ്പോൾ ആ ഗ്രിഗോറിയോസ് സഭകളുടെ അതേ ഒരു മെത്രോപ്പൊലീത്ത മാത്രമാണ്. എന്നാൽ സഭകളുടെ അമ്മ എന്ന സ്ഥാനം വഹിക്കുന്ന യെരുശലേമിലെ ബിഷപ്പായതുകൊണ്ട് അദ്ദേഹത്തെയും ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ്, സമന്മാരിൽ ആ ഓർഡറിൽ ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ് എന്നിങ്ങനെ കണക്കാക്കി. ഈ ഒരു ക്രമം നമുക്ക് കാണാനൊക്കും. ഈ ക്രമപ്രകാരമാണ് 1-ാം തുബ്ദേൻ പറയുന്നത്. ഇന്നും നമ്മുടെ അയൽക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന് 4 ഭാഗങ്ങളിലുമുള്ള പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്ന, അല്ലേ, മേയിച്ചു ഭരിക്കുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ യൂണിവേഴ്സൽ ഫാദേഴ്സ്, അതാണ് പാത്രിക്കീസ് എന്ന് പറഞ്ഞാലും കാതോലിക്ക എന്ന് പറഞ്ഞാലും വാക്കിൻ്റെ അർത്ഥം. 2 സംജ്ഞകളാണെന്നുള്ളതേ ഉള്ളൂ. കാതോലിക്കോസ് എന്നുള്ളത് കൂടുതൽ ഗ്രീക്ക് കോണ്ടസ്റ്റിൽ നിന്ന് വന്നതാണ്. പട്രിയാർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിറിയക്, സെമിറ്റിക് കോണ്ടസ്റ്റിൽ നിന്നും ഇതേ വ്യത്യാസം. എന്നാൽ ഈ 2 വാക്കും, പാട്രിയാർക്ക് എന്നുള്ളതും കാതോലിക്കോസ് എന്നുള്ളതും, രണ്ടും ഗ്രീക്ക് സംസ്കാരത്തിൽ, ഹെല്ലനിസ്റ്റിക് സംസ്കാരത്തിൽ നിന്നാണ് ഈ 2 പദവും ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിൽ. അപ്പോൾ ഇത് രണ്ടും പാത്രിയർക്കീസ് / കാതോലിക്കോസ് അങ്ങനെ ഇടാവുന്ന വാക്കുകളാണ്. മനസ്സിലായോ ഈ 2 പദങ്ങളും? അപ്പോൾ അതിലെ സമന്മാരിൽ മുമ്പൻ എന്നൊരു സ്ഥാനം, അല്ലെങ്കിൽ ആ ഓർഡറിൽ ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ്. അപ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ മലങ്കരയിൽ ഇതേ പാരമ്പര്യം ഉള്ള ഒരു സഭ എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ താഴെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 6-ാം മാർത്തോമയുടെ കാലം മുതൽ ദിവന്നാസിയോസ് എന്നൊരു പേരിട്ടത്. അതായത് ഇഗ്നാത്തിയോസ് തുടങ്ങുന്നത് ഓലഫിലാണ്, ആയിലാണ്, ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ബസേലിയോസ് ബെത്ത്, ബിയിലാണ്. അത് കഴിഞ്ഞാൽ ഗ്രിഗോറിയോസ് ഗോമലിലാണ്, അവരുടെ അക്ഷരമാലയിൽ, അത് ജി ആണ്. അത് കഴിഞ്ഞാൽ എന്താണ് ദാലത്ത്, അത് ദിവന്നാസിയോസ്, നമ്മുടെ ഡി ആണ്. മനസ്സിലായി? അപ്പോൾ ABGD ഇങ്ങനെ ഒരു ക്രമം ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ അത് എടുത്തിരിക്കുന്നു. ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ്, ദിവന്നാസിയോസ്. മനസ്സിലായോ? നമുക്ക് പുലിക്കോട്ടിൽ 2-ാം തിരുമേനിയുടെ കാലത്ത് ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ബസേലിയോസ്മാർ ഇല്ലാതായ ഒരവസ്ഥ, അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. കിഴക്ക് പൗരസ്ത്യ സഭയെ ഏതു വിധത്തിൽ ഇല്ലാതാക്കാൻ പറ്റും
എന്ന് മറ്റാരേക്കാൾ കൂടുതൽ ചിന്തിച്ചത് അന്ത്യോക്യ പാത്രിയർക്കീസ്. അതൊരു ചരിത്രപരമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാനതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെ തുർക്കി സുൽത്താൻമാരുടെ പിന്തുണ മേടിക്കുകയും ഫ്രഞ്ച് കോൺസുലേറ്റിനെ കാണും, ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ വിധത്തിൽ, അതാണ് നമ്മൾ മുൻപൊരു ചർച്ചയിൽ കപ്പർത്തൂത്ത സുന്നോദോസിൻ്റെ കാര്യമൊക്കെ പറയുന്നു. 9-ാം നൂറ്റാണ്ട് മുതൽ നമുക്കറിയാലോ, പുറകോട്ട് പോയാൽ ഒത്തിരി സമയമെടുക്കും, എന്നാലും പെട്ടെന്നൊന്ന് പറയുകയാണ്. ഈ പാശ്ചാത്യ സുറിയാനി സഭയും പൗരസ്ത്യ സുറിയാനി സഭയും കൽക്കദോനിയ വേദവിപരീതത്തിൽ പെട്ട് വല്ലാതെ നട്ടം തിരിഞ്ഞൊരു കാലത്ത് ജേക്കബ് ബാർഡേസ്, യാക്കോബ് റുദാന് കോപ്റ്റിക് സഭയിൽ ചെന്ന്, അങ്ങനെ ഒരേ വിശ്വാസമുള്ള നോൺ കാൽസിഡോണിയൻ ചർച്ചാണ്, അവിടെ ചെന്ന് കോപ്റ്റിക് പാത്രിയർക്കീസിൽ നിന്ന് പട്ടമേറ്റ് വന്ന് അല്ലേ, അത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയ 538 സെവേറിയോസ് ഓഫ് ആന്റിയോക്ക്, പാത്രിയർക്കീസ് സെവേറിയോസ് ഒരുപാട് പീഡനം സഹിച്ച വ്യക്തിയാണ് സത്യവിശ്വാസത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയ സമയത്ത് യാക്കോബ് റുദാന് പോയി പട്ടമേറ്റു വന്ന് ഈ നോൺ കാൽസിഡോണിയൻ അഥവാ 3 പൊതുസുന്നതദോസുകളിൽ സ്ഥാപിതമായിരിക്കുന്ന സഭയുടെ സന്ദേശം ഈ പ്രദേശത്തെല്ലാം, ഈ പറയുന്ന മെസൊപ്പൊട്ടോമിയയിലെ വിവിധ സ്ഥലങ്ങളിൽ, എഡേസ, നിസിബിസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ വീണ്ടും അത് പാകി അനേകം മെത്രാന്മാരെ വാഴിച്ചു, ആയിരക്കണക്കിന് വൈദികരെ വാഴിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് പൗരസ്ത്യ സഭ ഒന്ന് രക്ഷപ്പെട്ട സംവിധാനങ്ങളിലേക്ക് വന്നപ്പോൾ 9-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പൗരസ്ത്യ സഭ എല്ലായിടത്തും വളരുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ പാശ്ചാത്യ പാത്രിയർക്കീസ് മനസ്സിലായോ, ഇതിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ ദിവനാസിയോസ് എന്നുള്ള, അതെ, അതിനൊരു കാരണം വന്നത് യാക്കോബ് റുദാനയുടെ കാലം കഴിഞ്ഞ് ഏതാണ്ട് കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ 7-ാം നൂറ്റാണ്ടായപ്പോൾ ഈ ടിഗ്രീസിൽ ഇവിടെ വളരുന്ന ഈ ഇടവകകൾക്ക് ഒരു നേതാവിനെ, കാതോലിക്കോസിനെ, അന്യം നിന്ന അല്ലെങ്കിൽ നെസ്തോറിയൻ ആയിത്തീർന്ന കാതോലിക്ക, കാൽസിഡോണിയൻ പെയ്തിലേക്ക് പോയ കാതോലിക്ക, ഇങ്ങനെയെല്ലാം ഈ കിഴക്കൻ സഭയുടെ പരിവേഷമില്ലാതെ ആയപ്പോൾ പാത്രിയർക്കീസ് ഒരു കാതോലിക്കായെ വാഴിക്കുന്നു. അത് ഇവിടുത്തെ പൗരസ്ത്യ സഭയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ്, ക്ഷണപ്രകാരമാണ്. വാഴിച്ചപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിന് മഫ്രിയാന, ഫലം പുറപ്പെടുവിക്കുന്നവൻ, ഫലദായകൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം, അങ്ങനെ ഒരു പേരൂടെ കൊടുത്ത് കാതോലിക്ക മഫ്രിയാന എന്ന് പറഞ്ഞാൽ അത് ഈ 3 പൊതുസുന്നോസുകളെ വിശ്വാസമുള്ള കാതോലിക്കയാണ്. അതുമുതൽ ഈ കാതോലിക്ക പാത്രിക്കീസിൻ്റെ അടിമയാണ്. അതാണല്ലോ ഈ അധിനിവേശവാദമാണ് ആ സഭയ്ക്ക് അന്നും ഇന്നും പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപകടം. യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് കൊടുത്ത കേസും അതിപ്പോഴ് അതൊക്കെ ഈ 20-ാം നൂറ്റാണ്ടിലെ അതിലേക്ക് വേണമെങ്കിൽ അത് കുന്നംകുളം കേസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ദിവസങ്ങളിലെ കണ്ടു. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 9-ാം നൂറ്റാണ്ടിൽ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്നുള്ള 2-3 റമ്പാച്ചന്മാരെ പിടിച്ചുകൊണ്ട് പോയി പട്ടം കൊടുത്തിട്ട് പൗരസ്ത്യ ദേശത്തിൻ്റെ ഉപ്രിക്കായിൽ അതിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ പാത്രിയർക്കീസ് 2-3 ബിഷപ്രിക്ക് അങ്ങ് വാഴിക്കുകയാണ്, മെത്രാന്മാരെ അങ്ങ് വാഴിക്കുകയാണ്. അത് സെറ്റിൽ ചെയ്യാനാണ് എൻ്റെ ഒരു ഓർമ്മ 861 മറ്റോ ആണ് കപ്പർത്തൂത്ത സുന്നോദോസ്. അതിൽ കൃത്യമായിട്ട് പാത്രിയർക്കീസും കാതോലിക്കായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ 1-ാമത്തെ ക്ലോസ് പോലും സത്യത്തിൽ ഉണ്ടാകുന്നത്. കാതോലിക്ക ക്ഷണിക്കാതെ പാത്രിയർക്കീസ് പൗരസ്ത്യ സഭയിൽ പ്രവേശിക്കാൻ പാടില്ല, പാത്രിയർക്കീസ് ക്ഷണിക്കാതെ കാതോലിക്ക പാശ്ചാത്യ സുറിയാനി സഭയിൽ പ്രവേശിക്കാൻ പാടില്ല. നിയമപ്രകാരമുള്ള ഈ സ്ഥാനികൾ ഉള്ളപ്പോൾ അവർ പരസ്പരം ക്ഷണിക്കപ്പെടേണ്ടതും, പ്രത്യേകിച്ച് ഈ ഹെഡ് ഓഫ് ദ ചർച്ചിനെ വാഴിക്കുന്നതിലേക്ക് പരസ്പരം ക്ഷണിക്കപ്പെടേണ്ടതും, ക്ഷണിക്കപ്പെടുന്ന പക്ഷം
പോകുവാൻ സൗകര്യമുണ്ടെങ്കിൽ പോവുകയും ആ ശുശ്രൂഷ നടത്തി കൊടുക്കുകയും ചെയ്യണം. തിരിച്ച് അവരവരുടെ ആസ്ഥാനത്തേക്ക് പോരണം. ഇതാണ് ഇതിൻ്റെ നിയമം. മുടക്കുകൾ കൊടുത്താൽ അത് പരസ്പരം ഇത് അംഗീകരിക്കുക. അതായത് ഇവിടെ പാത്രീകീസ് ഒരാളെ മുടക്കിയാൽ കാതോലിക്കായും അല്ല അവിടുത്തെ ആ സഭയിൽ, ഈ സഭയിൽ ആരെയും മുടക്കാൻ പാത്രീകീസിൻ്റെ റൈറ്റ് ഇല്ല, ആ സഭയിൽ ആരെയും മുടക്കാൻ കാതോലിക്കയ്ക്ക് റൈറ്റ് ഇല്ല. ഇവിടുത്തെ പ്രശ്നം സിറിയക് ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയും അല്ല. ഇവിടുത്തെ പ്രശ്നം ഇതിനിടയ്ക്ക് കുറച്ച് പേര് വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരാന്ന് പറയുകയും ആ പറയുന്നതിനെ പാത്രീർക്കീസുമാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതാണ് മലങ്കര സഭയിലെ പ്രശ്നം. ആ പ്രശ്നമാണ് ഈ പറഞ്ഞ കുന്നംകുളം കേസിലും വന്നത്. യാക്കോബ് തൃതീയൻ പാത്രീർക്കീസ്, അദ്ദേഹത്തിന് കേരളം അറിയാത്തതല്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയാത്തതല്ല. അദ്ദേഹം റംബാനായിട്ട് ഇവിടെ താമസം റംബാനായിട്ടും അച്ഛനായിട്ടും ഒക്കെ താമസിച്ചിട്ടുണ്ട്. ഈ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഷമ്മാച്ചനായിരിക്കുന്ന സമയം മുതലേ ഇവിടെ വന്ന് താമസിച്ച്, അത് പറയുന്നേ അവിടെ നിന്ന് എല്ലാ ത്യാഗപൂർവമായിട്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെയാണ്. എന്തിനാ ഇവിടെ വന്ന് ഇത്രയും ത്യാഗപൂർവമായിട്ട് ജീവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ ഇവിടെയുള്ളവരൊക്കെ ഒന്നും ഒരു വിവരമില്ലാത്തവരായിരുന്നു. പട്ടത്തു നെൽവരും ചിലപ്പോൾ അന്യം നിൽക്കുന്ന സമയത്ത് ക്ഷണിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ ഒരാളെ ക്ഷണിച്ചാൽ 10 പേരിങ്ങ് പോരും. അവർ കെട്ടും കിടക്കുകയും ഒക്കെ എടുത്തിട്ടാണ് പോരണേ. പിന്നെ തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിലുള്ള നെല്ല് വരുന്നത്. അങ്ങനെ ഇവിടെ താമസിച്ചു. എന്നിട്ട് ഇവിടെ, കാരണം ഇവിടെ ഒരു കോളനിവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പോർച്ചുഗീസ് ആധിപത്യമായാലും പിന്നീടുണ്ടായ ഇംഗ്ലീഷ് ആധിപത്യമായാലും. അപ്പം ആ ഒരു കോണ്ടസ്റ്റിൽ നിൽക്കുമ്പോൾ ഒരു പരിധി വരെ ഈ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു നമ്മൾ ഭരിക്കപ്പെടേണ്ടവരാണ് ചിന്ത, അല്ലേ? നമ്മൾ ഭരിക്കപ്പെടേണ്ടവരാണ്, നമ്മൾ സ്വയം സ്വതന്ത്രരല്ല എന്ന ചിന്തയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതിനെ വളരെയധികം വിദേശ സഭാ നേതൃത്വങ്ങൾ മുതലെടുത്തിട്ടുണ്ട്. അതൊരു വളരെ നഗ്നമായ ഒരു സത്യമാണ്. അതിൻ്റെ ചില അലയോലികളാണ് ഇപ്പോഴും ഞങ്ങൾ കൽദായരാണോ, ഞങ്ങൾ ലാറ്റിൻസ് ആണോ, നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്നാലും ഞാൻ പറയുകയാണ്, എങ്ങോട്ട് തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാനോൻ നിയമമുണ്ട്, എല്ലാ നിയമങ്ങളും ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ പേരിൽ വഴക്കാം. അങ്ങനെ ഒരു കൂട്ടർ, പിന്നെ അങ്ങനത്തെ പല കൂട്ടരുണ്ട്. പിന്നെ അതിൽ തന്നെയുള്ള ചിലർക്ക് എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യബോധമില്ലാതെ ഞാൻ അതിൻ്റെ കീഴിലുള്ള രാജകുമാരനാണ്, ഓരോ വലിയ സിംഹാസനങ്ങളുടെ കീഴിലുള്ള അംഗരാജാക്കന്മാരാണ്. മലങ്കര സഭ എന്നും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തല ക്രിസ്തുവാണ്. എന്നോട് ചേർത്തൊന്ന് പറയുകയാണ്, നമുക്കൊരു തെറ്റായ, ചിലപ്പോൾ നമ്മൾ തന്നെ, അത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞാണോ എന്ന് എനിക്ക് തോന്നുന്നത്, അത് സഭയുടെ തലവൻ പാത്രീർക്കീസ്, സഭയുടെ തലവൻ കാതോലിക്ക, സഭയുടെ തലവൻ ക്രിസ്തുവാണ്, പരമാധ്യക്ഷനുമല്ല. അങ്ങനെ ഒരു പദം നമ്മുടെ ഭരണഘടനയിലില്ല. ആലങ്കാരികമായിട്ട് പറയാം, നമുക്ക് പരമാധ്യക്ഷനല്ല, പ്രധാന മേലധ്യക്ഷൻ, ദ പ്രിലൈറ്റ് ഓഫ് മലങ്കര ചർച്ച്, ദ പ്രിലൈറ്റ് ഓഫ് ആന്റിയോക്യൻ ചർച്ച്, ദ സുപ്രീം ഹെഡ് എന്ന് പറയുന്ന പദപ്രയോഗം തെറ്റാണ്, ഭരണഘടനാപരമായിട്ട് തെറ്റാണ്. ഭരണഘടനാപരമായ ശരിയായ വാക്ക് പ്രധാന മേലധ്യക്ഷൻ എന്നാണ്. അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചോളൂ. അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെ എപ്പോഴും, ഞാൻ യാക്കോബ് തൃതീയനിലേക്ക് വരാം. അന്നത്തെ എന്തോ സംഭവം, 58 ഭരണഘടനാപരമായി സഭാസമാധാനമുണ്ടായി, പാത്രീർക്കീസ് കാതോലിക്കന്മാർ തമ്മിൽ പരസ്പരം സ്വീകരിച്ചു, അല്ലേ? അപ്പോൾ പുതിയ കാതോലിക്കോസിനെ വാഴിക്കേണ്ട സമയം വന്നപ്പോൾ പരിശുദ്ധ പാത്രീർക്കീസ് ബാവായെ ക്ഷണിച്ചു. യാക്കോബ് തൃതീയൻ പാത്രീർക്കീസ് ആണെന്ന്. അദ്ദേഹം വന്നു. ഔഗേൻ തീമോത്തിയോസ് തിരുമേനിയെ
കാതോലിക്കയായിട്ട് വാഴിച്ചു. ഔഗേൻ തീമോത്തിയോസ് തിരുമേനി യാക്കോബായ പക്ഷത്തിന് വേണ്ടി വളരെ പണ്ട് തന്നെ പട്ടമേറ്റ ആളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ കുഞ്ഞു പയ്യനെ കോറൂയമായിട്ടോ മറ്റോ പഠിക്കാൻ സിറിയയിൽ പോയതാണ്. സിറിയക് ഭാഷ മനോഹരമായി പഠിച്ച് അതിൽ ഹൂത്തോമോ എഴുതുകയും അതിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആത്മീയമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 58 നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയില്ല. അതുപോലെ തന്നെ ഭാഗ്യസ്മരണാർഹനായ കൊച്ചിയുടെ പൗലൂസ് സേവ്യോറിയോസ് തിരുമേനിയൊക്കെ ആ നിലപാടിൽ ഉറച്ചു നിന്നവരാണ്. ഏതായിരുന്നാലും ഈ സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ മലങ്കര സഭ എത്ര ഗ്രേഷ്യസ് ആയിട്ട് ഔഗേൻ തീമോത്തിയോസ് തിരുമേനിയെ കാതോലിക്ക ആയി തിരഞ്ഞെടുത്തു. ഈ പക്ഷത്ത് തന്നെ ഉള്ളവരില്ലാഞ്ഞിട്ടല്ല, 53 ബാച്ചിലുള്ളവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ളവർ അന്നുമുണ്ട്. അതിലൊരാളുടെ ഓർമ്മയായിരുന്നു ഇന്ന് ദാനിയൽ ഫിലക്സിനോസ് തിരുമേനിയുടെ, പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവ, പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ, ഇവരൊക്കെ 53 ബാച്ചിലെ പിതാക്കന്മാരാണ്. പത്രോസ് മാത്യൂസ് തിരുമേനി ഒക്കെ ഉണ്ട്. അതിൽ മുൻപുള്ള പിതാക്കന്മാരുണ്ട്, പാമ്പാടി തിരുമേനി ഒക്കെ ഉണ്ട്. എന്നാൽ ആ സമയത്ത് ഔഗേൻ തീമോത്തിയോസ് തിരുമേനി, കാരണം പക്വതയുള്ള വ്യക്തിത്വം, അറിവുള്ള വ്യക്തിത്വം, മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി ഈ സഭ ഒന്നാണ് എന്ന് കാണിക്കാനും കൂടിയാണ് പിതാക്കന്മാർ വളരെ ഉയർന്ന ചിന്തയിൽ ഔഗേൻ ബാവയെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശക്തമാണ്. എൻ്റെ കഴുത്ത് നഷ്ടപ്പെട്ടാലും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തെ വാഴിക്കാൻ യാക്കോബ് തൃതീയൻ പാത്രികീസ് ബാവ വന്നു. അത് കഴിഞ്ഞിട്ട് ആ കോണ്ടസ്റ്റിലാണ് ഇവിടെ വീണ്ടും, കാരണം എപ്പോഴും അവിടെ നിന്നിട്ട് പ്രതിനിധി അയക്കും, ഇവിടെ 2 ചങ്ങാതിമാരെ അതിനെ കുട പിടിക്കാനുണ്ടാവും. ഈ വക്കീലെ ഒരു ജാത്യാഭിമാനം ഇല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് ഈ വലിയ പുള്ളികളുടെ ഗുമസ്തനായിട്ട് നിൽക്കുന്നതിലൊരു സന്തോഷം അല്ലേ, രാജാവാകുന്നതിലല്ല, ഒരു രാജാവിൻ്റെ ഗുമസ്തനായിട്ട് റാം അത് പറയുന്നതിൽ സന്തോഷമുള്ളവരുണ്ട്. കാരണം എന്താ, രാജാവാകണമെങ്കിൽ ഇച്ചിരി ചടങ്ങാ. മറ്റൊരുത്തനെ റാം പറഞ്ഞു നിന്നാൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കാര്യസാധ്യം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നിൽക്കാം. ചുരുക്കത്തിൽ അന്ന് ഇവരെല്ലാം കൂടെ ഇരിക്കട്ടെ. മലങ്കര സഭയ്ക്കെതിരെ ഒരു കേസ്, കുന്നംകുളം സിംഹാസനപ്പള്ളിയുടെ കേസാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചി ഭദ്രാസനത്തിൽ പൗലൂസ് സേവ്യോറിയോസ് തിരുമേനിയുടെ കീഴിലുള്ള ദേവാലയമായിട്ട് നിൽക്കുമ്പോൾ അത് എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തുടങ്ങി. പാത്രികീസ് ബാവ നേരിട്ട് വാദിയായിട്ട് കേസ് കൊടുത്തു. എന്താ ഉണ്ടായെന്ന് നമ്മൾ കണ്ടല്ലോ. ആരാ പാത്രികീസ് ബാവൻ ചോദിച്ചു. ഇത് നമ്മൾ തന്നെ സ്വയം കാശ് കൊടുത്ത് വില കളയല്ലേ, എന്തിനെ, ഞാൻ തുറന്നു ചോദിക്കുക, എന്തിന് ഒരു വിദേശ പാത്രിയർക്കീസ് മലങ്കര സഭയുടെ ലൗകിക അധികാരങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു? അങ്ങനെ കടന്നു കയറുമ്പോഴാണ് ഒന്നും നടക്കത്തുമില്ല, പറയത്തില്ല, പിച്ച കിട്ടത്തുമില്ല, പട്ടി അടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ മാതിരി മലങ്കര സഭയിലെ ലൗകിക അധികാരം പിടിച്ചെടുക്കുവാൻ ആരൊക്കെ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ നടന്നിട്ടില്ല, നടക്കുകയില്ല. ഇതിൻ്റെ ഒരു പഴയകാല ചരിത്രമാണ്. യൂയാക്യം കൂറുലോസ് തൊഴിയൂർ സഭയ്ക്കെതിരെ കേസ് കൊടുത്ത്, തൊഴിയൂർ സഭയും മലങ്കര സഭയും ഒന്നിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഉടനെ അതിനെ പിടിച്ചടക്കണം. ഇപ്പോൾ പറയുന്നുണ്ട്, എടാ ഇത് ഒരേ വിശ്വാസത്തിലുള്ള, ഇതിവിടെ മാത്രമുള്ള ഒരു സംവിധാനമാണ്. യൂയാക്യം കൂറുലോസ് ഇവിടെ വന്നോളൂ, താങ്കളോട് വന്നിട്ട് സന്തോഷമായിട്ട് പൊക്കോ, നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ അത് പോരാ, ഇതിൻ്റെ അധിപൻ ഞാനാകണം. ഇത് എക്കാലത്തും കാണിച്ചിട്ടുണ്ട്. ഈ അബ്ദുള്ള ഗ്രിഗോറിയോസ്
അല്ലേ? യുവൈക്കം കുർലോസിന് ശേഷമുള്ളൊരു വ്യക്തിയാണ്. യുവൈക്കം കുർലോസ് മെത്രാപ്പൊലിത്തയായിരുന്നു. അബ്ദുള്ള ഗ്രിഗോറിയോസ് പാത്രിക്കീസ് എന്നും പറഞ്ഞാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം ഗ്രിഗോറിയോസ് മെത്രാച്ചനായിരുന്നു. യെരുശലേമിൻ്റെ ഗ്രിഗോറിയോസ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ ഗണത്തിലെ യെരുശലേമിൻ്റെ ഗ്രിഗോറിയോസ് ആയിരുന്നു. യെരുശലേമിലെ ഗ്രിഗോറിയോസ് ദീർഘകാലം മലങ്കരയിൽ വന്ന് താമസിച്ചു. അപ്പോൾ യെരുശലേമിലെ ഗ്രിഗോറിയോസിന് എന്തുമാത്രം ഉത്തരവാദിത്തം അവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുമല്ലോ. ഇവർക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. കൂട്ടത്തിൽ ഞാനൊന്ന് പറയുകയാണ്, ഇതൊക്കെ ചരിത്രം കുറച്ച് വായിച്ച് അറിഞ്ഞ് വല്ലതൊക്കെ പറയുന്നത് കൊണ്ട് പറയുന്ന യൂലിയോസ് മെത്രാച്ചനെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അത് 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 കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ കാലത്തെ ഒരു കലാപരിപാടിയാണ് നമ്മുടെ ഏത് പോസ്റ്റിൻ്റെ അടിയിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ കമൻസ് ഇടുക. അത് അവൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കും. അല്ല, നമുക്ക് അതിൽ നട്ടമൊന്നുമില്ല. നമുക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കും. മലങ്കര സഭയിലെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുക നമ്മുടെ കടമയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തും അല്ലേ ഗ്രിഗോറിയോസ് എല്ലാം എഴുതിത്ത കൈ കെട്ടിയതൊക്കെ ആ പുതുപ്പള്ളിയിലൊരു കുരിശ് അതും കിട്ടുന്ന ആ സിംഹാസനത്തിലിരിക്കട്ടെ. എന്ത് കിട്ടിയാലും ചിലരുണ്ടല്ലോ ഈ മാറാപ്പ് എന്ത് കിട്ടിയാലും മാറാപ്പി കയറ്റാന്ന് പറയും. ഇങ്ങനത്തെ ഒരു സ്വഭാവവും കൊണ്ട് നിരന്തരമായിട്ട് മലങ്കര സഭയെ ഉപദ്രവിക്കാനായിട്ട് അതിന് ഞങ്ങൾക്ക് മറ്റേ നൽവരമുണ്ട്. നൽവര അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ പോക്കറ്റിലായിരിക്കുന്നത്. ആ പരിപാടിക്കാണ് ഒരു കാലത്തും ആ പരിപാടി ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയാൽ ഒരു കാലത്തും ആ പരിപാടി വിജയിച്ചിട്ടില്ല, ഇനിയും വിജയിക്കുകയില്ല. ചോദിച്ചത് കോടതിയിലെ ഇങ്ങനെ പാത്രീർക്കീസ് ബാവായെ എങ്ങനെ എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പാത്രീർക്കീസ് ബാവായെ അംഗീകരിക്കുന്നില്ല എന്നൊരു വിഷയം ഉദിക്കുന്നില്ല. 1934 ഭരണഘടന എത്രമാത്രം പാത്രീർക്കീസ് ബാവായ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അത്രയും സ്ഥാനം ആ ഭരണഘടനാ പ്രകാരമുള്ളൊരു പാത്രീർക്കീസ് ആണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യത മലങ്കര സഭയ്ക്കുണ്ട്. അത് പറയുമ്പോഴും ഇതിൻ്റെ മുകളിലെ ആണ് കീഴിലാണെന്നല്ല, അത് ഈ അധിനിവേശ അല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്ന് വരുന്ന പാത്രീർക്കീസ് മുകളിലാണ്, നമ്മളെ കയ്യിൽ കീഴിലാണെന്ന്. അങ്ങനെയല്ല. സഹോദര സഭകളുടെ അധ്യക്ഷൻ അതിൽ സമന്മാരിൽ മുൻപൻ. ഇവിടുത്തെ അധികാരത്തിൽ വാനിഷിംഗ് പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 95 വിധി മുതലേ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് കേസ് നടത്തിയവർക്കൊക്കെ വിവരമുള്ളവർക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഇനി ഈ കളി കളിക്കാൻ നിന്നിട്ട് കാര്യമില്ല, ഈ കപ്പലിൽ കയറുന്നതാണ് നല്ലത് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായത്. 2002 ജൂലൈ 12 പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ ഇറക്കിയിട്ടുള്ള കൽപ്പനയുണ്ട്. അതിൽ പറയുന്നുണ്ട്, നോഹയുടെ പെട്ടകം ഇപ്പോഴും തുറന്നിരിക്കുക, രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് ഓടിക്കയറാം, വാതിലടച്ചാൽ പിന്നെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പിതാക്കന്മാരെയൊക്കെ കളിയാക്കി പല പരിപാടികൾ നടത്തി, പല ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്നിട്ടാണ് ഇപ്പം പല പരിപാടികളാണ് ഇപ്പം നടത്തുന്നത്. നിയമപരിഷ്കരണം നടത്തിക്കോ. ഈ നാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കോടതികളുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഒന്നാമത് ഒരു പള്ളിയുടെ ഈ എന്താ നിങ്ങളുടെ പറയുക കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉള്ള 5-8 പള്ളികളുടെ കേസ്, അല്ലാതെ ആഗോള ഇതല്ല. അത് സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾക്ക് വിധേയപ്പെട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൈക്കോടതിയിൽ ഇവിടെ ഇപ്പോൾ വാദം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓടക്കാരി പള്ളി എന്നൊക്കെ പറയുന്ന പള്ളികളുടെ അതിലെ കേസുകളിൽ ബഹുമാനപ്പെട്ട ജഡ്ജിമാരെ ചോദിച്ചു, ഇതാണ് നിങ്ങളുടെ നിലപാട്, ഈ പാത്രീർക്കീസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ചോദ്യങ്ങൾ തിരിച്ചുണ്ടായി. ഒരു വികാരി എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചത് കർലാസ് ഏതാ, ആരാ നിങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, മലങ്കര മെത്രാപ്പൊലീത്തയാൽ നിയമിതനായ മെത്രാപ്പൊലീത്തയല്ല. ഞാൻ മനസ്സിലാക്കിയത് ആ വക്കീലിനെ ഓപ്പൺ കോർട്ടിലിട്ടിട്ട്
ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ടില്ല. ഞാൻ ഈ കോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ നോക്കിയിരിക്കാറില്ല. വാർത്തകൾ കാണും, ഏതെങ്കിലും പ്രത്യേക ഭാഗം റെഫർ ചെയ്യണമെങ്കിൽ മാത്രം അത് ജഡ്ജ്മെൻറ്റിൽ നോക്കും. സാധാരണ ചെയ്യാറുള്ളൂ. കാരണം നമുക്കിത് മാത്രമല്ലല്ലോ നമ്മുടെ ജോലി. അതാ ജോലി ചെയ്യാൻ കൃത്യമായിട്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വക്കീലന്മാർ കേസൊക്കെ നന്നായി പഠിച്ചിട്ടുള്ളവരാണ്. ദൈവാനുഗ്രഹമുണ്ട്. ഈ സഭയ്ക്ക് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ വലിയ സംരക്ഷണമുണ്ട്. ഒരു ദോഷവും മലങ്കര സഭയ്ക്ക് വരികയില്ല. അത് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദിച്ചു, ഈ പാത്രിയർക്കീസ് പാവ ഈ 1934 അനുസരിച്ച് മലങ്കര സഭയെ അംഗീകരിക്കുന്നുണ്ടോ? കാതോലിക്ക പാവയെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ എന്നൊക്കെ പറയത്തില്ലേ? അതുകൊണ്ട് ഇന്ത്യയുടെ സംവിധാനത്തിൽ വിദേശത്തു നിന്ന് വരുന്നൊരു വ്യക്തി ഈ സംവിധാനത്തിലെ ഹെഡിനെ അംഗീകരിക്കുന്നു എന്നല്ലേ ആദ്യം പറയേണ്ടത്, അല്ലേ? ഇപ്പം US പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നത് എങ്ങനെയാണ്? നയതന്ത്ര ചർച്ചകൾ ആദ്യം നടത്തും, അല്ലേ? അത് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇൻവിറ്റേഷൻ പോകണം, ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ പോകണം. ആ ഇൻവിറ്റേഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും ഡിസ്കഷൻ വരും. അപ്പോഴേ ചോദിക്കും തിരിച്ചെന്നാ വരുന്നതെന്ന് ചോദിക്കും. ഈ തത്വങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി ഇന്ത്യയിൽ വരുന്നു. ദൈവം സഹായിച്ചാൽ അടുത്ത വർഷം മറ്റോ. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി, കാരണം ഹീ ഈസ് ദ ഹെഡ് ഓഫ് എ നേഷൻ, വറ്റിക്കാൻ്റെ ഹെഡാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു, അല്ലേ? ക്ഷണിക്കാൻ പ്രധാനമന്ത്രി റോമിൽ പോയപ്പോൾ മറ്റൊരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണെങ്കിൽ ആ സമയത്ത് ക്ഷണിച്ചു, പരസ്പരം ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. അദ്ദേഹം ഭാരതത്തിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചില നയതന്ത്ര സംവിധാനങ്ങൾ ഇതിലുണ്ട്. അതിൽ ഈ ഭാരതത്തിലെ സഭയുടെ ഹെഡിനെ ആദരിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി മൂഷകനാം നീ മൂഷകനിന് മേൽ, പൂഷകനാം ഞാൻ പൂഷകനിന് മേൽ, നിനക്ക് അവിടെ ഇരിക്കാം എനിക്ക് ഇവിടെ ഇരിക്കാം. അല്ല, ഒരു പാരസ്പര്യത വേണമെങ്കിൽ ബഹുമാനത്തോടെ പരസ്പര ബന്ധത്തിൽ സഹോദരങ്ങളും, ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇൻ്റർവ്യൂവിലല്ല ഒരു പ്രസംഗത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, ഇവിടെ നമ്മൾ എത്യോപ്യൻ പാത്രീസ് ബാവായ അല്ല ഈ അരമനയിൽ ഇവിടെ വന്നു, എത്ര സന്തോഷത്തോടെ, എത്ര ബഹുമാനത്തോടെ, എത്ര ആദരവോടെ, കാരണം ഒരേ വിശ്വാസമുള്ള സഭയാണ്. ഒന്നിച്ച് കുർബാന അർപ്പിച്ചു. ഇവിടെ കത്തീഡ്രലിലെ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ദേവാലയത്തിൽ ഒന്നിച്ച് കുർബാന അർപ്പിച്ചു. എന്ത് ബഹുമാനം! ഇതേ ബഹുമാനം അർമേനിയൻ പാത്രീക്കീസിനും കോപ്റ്റിക് പാത്രീക്കീസ്, ഇപ്പം ഈ കൊറോണയുടെ സാഹചര്യം കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ അർമേനിയൻ പാത്രീക്കീസും കോപ്റ്റിക് പാത്രീക്കീസും ഒക്കെ മലങ്കര സഭ സന്ദർശിക്കാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ്. അത് താമസിക്കാതെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മലങ്കര സഭയുടെ അധ്യക്ഷൻ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ, അതുപോലെ റഷ്യൻ പാത്രീക്കീസിനെ, നമ്മുടെ പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവാ തിരുമേനിയുടെ അവസാന വിദേശ സന്ദർശനം റഷ്യൻ പാർട്ടിയാക്കിയിട്ടില്ല. എന്തു ബഹുമാനത്തോടെ അവർ സ്വീകരിച്ചു. അവർക്ക് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിയൻ, കുർബാന ബന്ധമില്ല, രണ്ടും ഓർത്തഡോക്സ് സഭകളാണ്. എന്നാൽ പോലും വളരെ ബഹുമാനത്തോടെ പരസ്പരം സ്വീകരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് എക്ലീസിയാസ്റ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. സഭാവിജ്ഞാനീയപരമായ വസ്തുത ഇതാണ്. അപ്പോൾ അതിനെയെല്ലാം മറുതളിച്ച് ഒന്നാമത് ഈ എന്താ പറയുക, അറിയാം, ഉള്ളിലറിയാം ഇത് ഇങ്ങനെയൊക്കെ ആയി. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അണികളെ ആവേശത്തിലിറക്കുക, അവരുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുക. ഇന്നലെ കണ്ടു ഒരു 3-4 പള്ളികളിൽ നിന്ന് ഉള്ളവർ വരാം. ഞായറാഴ്ച കുർബാന കഴിഞ്ഞു പറഞ്ഞ് ഈ വെയിലും കൊള്ളിച്ച് പാവപ്പെട്ട മനുഷ്യനെ നടത്തിയിട്ട് അന്ത്യോക്യ മലങ്കര ബന്ധം, ഇതൊരു ആവേശം, അന്ത്യോക്യ മലങ്കര ബന്ധം. എന്നിട്ട് മണതുരുത്തി പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് പറഞ്ഞേ, മണതുരുത്തി പള്ളിയുടെ മുമ്പിലെ റോട്ടിൽ നിന്നിട്ട് അന്ത്യോക്യ മലങ്കര ബന്ധം വിളിക്കാം. പ്രാർത്ഥിക്കേണ്ടവനെ അകത്ത് കയറാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കടച്ചിക്കാൽ വരെ, നമ്മുടെ കുന്നംകുളം ഭാഷയിൽ പറഞ്ഞാൽ
പ്രാകാരത്തിൽ ആർക്കും നിൽക്കാം, ഏത് മതസ്ഥർക്കും നിൽക്കാം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. മുകളിൽ കയറി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ മലങ്കര സഭ നിശ്ചയിച്ചിട്ടുള്ളവരെ ആയിരിക്കണം. അല്ലാത്തതൊന്നും ഒരു കോടതിയും, കാരണം ഇത് സുപ്രീം കോടതി പറഞ്ഞു, ഒരു കോടതിയും അതിനെതിരെ പറയൂല. പിന്നെ കോടതിക്ക് എപ്പോഴും ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം അല്ലേ, വക്കീലിന് അറിയാമല്ലോ, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം, ക്ലാരിഫിക്കേഷൻസ് കൊടുക്കും അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നടക്കും. മറിച്ച് ഇവിടെ ഈ ഞാൻ ചോദിക്കട്ടെ വളരെ കൃത്യമായിട്ട്, ഈ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഇടയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഒന്ന് മാറി നിന്നിട്ട് പരിശുദ്ധ മാതൃകീസ് ഭാവമായും പരിശുദ്ധ കാതോലിക്ക ഭാവമായും ഒന്ന് ഇരുന്നാൽ മനസ്സിലായോ? രണ്ട് സഭകൾക്കും വലിയ ബഹുമാനമാണ്, രണ്ട് സഭകൾക്കും വലിയ ബഹുമാനമാണ്, ഒരു സംശയവും വേണ്ട. അതിൽ ബഹുഭൂരിപക്ഷമുള്ള വലിയൊരു സഭയായിട്ട് ഭാരതത്തിലെ സഭ ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സഭയ്ക്ക് ഒട്ടത്തെ നെൽവരങ്ങളൊക്കെ ഈ കൊളോണിയൽ പീരീഡിന് ശേഷം നൽകിയ അല്ലേ, അത് ഒന്നും ആരും മറക്കുന്നില്ല. അതിൻ്റെ എവിടുന്ന് കിട്ടി, അതെവിടുന്ന് കിട്ടി, ഇതെല്ലാം പൊതു പാരമ്പര്യമാണ്. നിനക്ക് കിട്ടിയത് എവിടുന്ന്? കോപ്റ്റിക് ചർച്ചിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ പൊതു പാരമ്പര്യം എല്ലാവരും ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തല്ലേ? എവിടുന്ന് എടുത്തു? ഇന്നലത്തെ അതിലും പറഞ്ഞു കേട്ടു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാണ് യുവാക്യും കൂറിലോസ്, മറ്റേ ഇതായത്തുള്ള ഈവാനിയോസ്, അതേ ഗ്രീഗോറിയോസ്. ആരുടെ പൂർവ്വപിതാക്കന്മാരെ? ഒന്നായ സഭയുടെ പിതാക്കന്മാർ. ആ ഒന്നായ സഭയുടെ പിതാക്കന്മാരെ മലങ്കര ആദരിച്ചു, ബഹുമാനിച്ചു. യുവാക്യും കൂറിലോസ് 28 വയസ്സിൽ പട്ടമേറ്റിട്ട് നേരെ മലങ്കരയിലേക്ക് വന്ന് അടുത്ത 28 കൊല്ലം മലങ്കരയിലാണ് ജീവിച്ചത്. അന്ത്യോക്യയിൽ നിന്ന് മണി ഓർഡർ വായിച്ചിട്ടൊന്നല്ല അദ്ദേഹം ജീവിച്ചത്, ആണോ? ഒരു മണി ഓർഡർ വായിച്ചിട്ടല്ല ജീവിച്ചത്. ഇവിടെ വന്ന ഒരു പിതാക്കന്മാരും അവിടുന്ന് മണി ഓർഡർ വായിച്ചിട്ടല്ല ജീവിച്ചേ. പിന്നെ അവർ പോരുന്ന വഴിക്ക് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടാവും, ഒന്നുമില്ലെന്ന് നമ്മൾ പറയുന്നില്ല. അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് ബാവ വന്നപ്പോൾ എന്താ സ്വർണ്ണ കാസ, തീർച്ചയായിട്ടും അദ്ദേഹം അവിടുന്ന് പോന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നു, സന്തോഷം. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ ഏറെ ബഹുമാനിതരാണ്, ഈ പിതാക്കന്മാരെല്ലാം. ഇവരുടെ വിചാരം ഓർത്തഡോക്സുകാരും ബഹുമാനിക്കുന്നില്ലെന്നാ? അല്ല, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ്, ഒരു സംശയവും വേണ്ട. നമുക്കുള്ള പ്രയാസം ഇത് മാത്രമേ ഉള്ളൂ, സത്യത്തിന് നേരെ ഇവർ കണ്ണടയ്ക്കുക. ഇതുവരെ SSLC ബുക്ക് നോക്കാൻ പറയായിരുന്നു, വക്കീൽ കണ്ടില്ലേ? ഇപ്പോൾ കൽപ്പന അയച്ചപ്പോൾ എന്തായി? യാക്കോബായ പോയി എന്നറിഞ്ഞില്ലേ? ഇപ്പോൾ യാക്കോബായ പോയി. ഇപ്പോൾ ഒരു പിതാവിനെ എന്താ കാതോലിക്കായിക്ക് അസിസ്റ്റൻ്റ് ആകാൻ, അപ്പോൾ ആ പിതാവിനെ അസിസ്റ്റൻ്റ് ആകാൻ പറഞ്ഞപ്പെട്ട പേരെന്താ? മലങ്കര സിറിയക് ഓർത്തഡോക്സ് ചർച്ച്. സിറിയക് ഓർത്തഡോക്സ് ചർച്ച്. ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുണ്ട്. ഇത് മലങ്കര സഭയാണ്, ഇത് ഓർത്തഡോക്സ് വിശ്വാസമാണ്, ഇതിൻ്റെ ആരാധനാ ഭാഷ സുറിയാനിയാണ് അല്ലേ? ഇത് മലങ്കര സഭയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുക, ചിലർക്കൊക്കെ സംശയമുണ്ട്, ഇത് എങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറയണ്ടേ. സുറിയാനി പറയുമ്പോൾ തിരിച്ചു പറയാം, അഡ്ജക്റ്റീവ്സ് മുമ്പിലേക്ക് പോവും, മനസ്സിലായോ? മാത്രമല്ല ഇത് അഡ്ജക്റ്റീവ് മാത്രമല്ല, ഇത് സത്വത്തിൻ്റെ ഭാഗമാണ്. ഇത് മലങ്കര സഭയാണ്, ഇത് 3 പൊതു സുന്നതദോസുകളിൽ സ്ഥാപിതമായ സഭ, അതുകൊണ്ട് അത് ഓർത്തഡോക്സ് സഭയാണ്. ഇതിൻ്റെ ആരാധനാ ഭാഷ സുറിയാനിയാണ്, അതുകൊണ്ട് ഇത് സുറിയാനി സഭയാണ്. അതുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത്. അതിന് പിന്നെ ഷോർട്ടൺ ചെയ്യുമ്പോൾ വി ആർ ഇന്ത്യൻസ് ആൻഡ് വി ആർ ഓർത്തഡോക്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം അവിടെയൊക്കെ ചെന്നിട്ട്, മാത്രമല്ല അറിയാമല്ലോ, പുറത്തേക്കൊക്കെ ഉള്ള ഡോക്യുമെൻ്ററിലേ സിറിയൻ എന്നൊന്ന് കണ്ടാൽ മതി, പണിവാളി, അത്ര ചന്തമുള്ള പേരാണ് ഇപ്പോൾ സിറിയൻ. അതുകൊണ്ടാണ്, കാരണം സിറിയ എന്ന് പറഞ്ഞ ഭീകരവാദം അത് ഇതൊക്കെ വരണത്.
അതുകൊണ്ടുകൂടിയാണ് വി ആർ ഇന്ത്യൻസ് ആൻഡ് വി ആർ ഓർത്തഡോക്സ്. അതുകൊണ്ടാണ് അഭിമാനത്തോടെ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. അർമേനിയയിലെ സഭയുടെ പേര് ദി അപ്പോസ്റ്റോളിക് അർമേനിയൻ അപ്പോസ്റ്റോളിക് ഓർത്തഡോക്സ് ചർച്ച് എന്നാണ്. പക്ഷെ അവർ പറയുമ്പോൾ അർമേനിയൻ സഭ എന്നേ പറയുള്ളൂ. എത്യോപ്യൻ തെഫാഹാദോ ചർച്ച് എന്നാണ് അവർ പറയുമ്പോൾ എത്യോപ്യൻ ചർച്ച് എന്നേ പറയുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് എല്ലാ അഭിമാനബോധമുള്ള എല്ലാ സഭകളും അവരുടെ രാഷ്ട്രത്തിൻ്റെ പേരും അവരുടെ ഫെയ്ത്തിൻ്റെ പേരും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. അതിനെ IOC മെത്രാൻ കച്ചി. അത് കഴിഞ്ഞപ്പോൾ എന്തായി? ഇപ്പോൾ യാക്കോബായ വേണ്ട, എന്തിയെ ഈ പരിശുദ്ധ പാത്രീസ് ബാവയ്ക്ക് I am appointing this person as the to assist the Catholicos of the Jacobite Church എന്ന് എഴുതാൻ പറ്റാഞ്ഞേ? ഇതിനൊന്നും വക്കീലെ മറുപടിയില്ല. കാരണം ഇതിന് മറുപടി തരാൻ ഒക്കുകയില്ല. ഇത് ഞാൻ തുറന്നു പറയാം, ഇവിടെ ഉണ്ടാക്കിയ ഒരു തല്ലിക്കൂട്ട് പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഈ കേസ് നന്നായി അറിയാവുന്ന പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് തന്നെ, നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നാം ഒന്നാണ്, നാം ഒരു സഭയാണ്. യാക്കോബായ സഭ എന്ന് പറയുന്ന ഒന്നില്ല, അതിനൊരു എൻറ്റിറ്റി ഇല്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ അതേ വിശ്വാസത്തിലുള്ള സിറിയക് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനെ വേണ്ടുന്ന സ്ഥാനം നൽകിയിട്ടുണ്ട്. 1-ാം ക്ലോസിൽ പരാമർശമുണ്ട്, 101 പരാമർശമുണ്ട്, 114, 15 ക്ലോസുകളിലൊക്കെ ചെറിയ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ സന്തോഷത്തോടെ നിന്നാൽ ബഹുമാനങ്ങളുണ്ടാവും. ഇനി അതും വേണ്ടയോ? ഒരു റൂൾ കമ്മിറ്റി കൂടേണ്ട കാര്യമേ ഉള്ളൂ. കാലികമായി 1-ാം ക്ലോസ് പരിഷ്കരിച്ചാൽ മലങ്കര സഭ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു സഭയാണ്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ അധ്യക്ഷന്മാരെ പാത്രിയർക്കീസ്മാരെന്ന് /കാതോലിക്ക എന്ന് വിളിക്കുന്നു. പ്രിയാമ്പിളാണ്. സെക്കൻഡ് പ്രിയാമ്പിൾ, മലങ്കര സഭ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. അതിൻ്റെ അധ്യക്ഷൻ കാതോലിക്ക എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്ലോസിൽ ആരാണ് മലങ്കര മെത്രാപ്പോലീത്ത എന്നും ഈ സഭയുടെ വിശ്വാസം എന്താണെന്നും ഒക്കെ പറയുന്നു. അങ്ങനെ ഒരു പ്രയാസവും ഇല്ല അത് മാറ്റുന്നതിന്. ഈ ബന്ധം മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1-ാം തുബ്ദേനിലും ഇന്നും ഈ ആഴ്ചക്കാലത്തും സാർവത്രിക 3 പൊതുസുനോസുകളിലെ സാർവത്രിക വിശ്വാസത്താൽ പാലിക്കപ്പെടുന്ന എല്ലാ സാർവത്രിക പിതാക്കന്മാരെയും പ്രത്യേകാൽ മലങ്കരയുടെ മൊറോൻമാർ ബസേലിയോസ് മാർത്തോമ, ദെൻ പൗലൂസ് തൃതീയനാണെങ്കിൽ അത്, ഇപ്പം മാത്യൂസ് തൃതീയനാണെങ്കിൽ അത്, അദ്ദേഹത്തെ ഒന്ന് മാറ്റുന്നതിന് ആരെയും പേടിക്കാനില്ല. പിന്നെ ഈ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ ആകട്ടെ, അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആ ആദരവ് സ്വീകരിക്കാനുള്ള ആർജവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ആർജവം കാണിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് സ്വയം അനഭിമിതരാവുകയും മാറിപ്പോവുകയും ഈ സമൂഹത്തിൽ സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു 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 ഭാഗമായിട്ട് മാറുന്നു. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തിരുമേനി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നേരത്തെ ഓർത്തഡോക്സ് സഭ ഏത് നിലപാട് സ്വീകരിച്ചിരുന്നുവോ അതേ നിലപാടിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കോടതിയിലും സഭ പരാമർശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. മലങ്കര സഭയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ. കാരണം മലങ്കര സഭയ്ക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് മാർത്തോമാ ശ്ലീഹയാണ്. മലങ്കര സഭയ്ക്ക് ഒരു അധ്യക്ഷനേ ഉള്ളൂ, അത് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമാണ്. അതാണ് ഇവിടുത്തെ ആ രണ്ട് സ്ഥാനവും ഒന്നിച്ച് ആണ് ഇന്നത്തെ പ്രധാന മേലധ്യക്ഷനിൽ വരുന്നത്.
മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ, ഒരു സംവിധാനമേ ഉള്ളൂ. ആ സംവിധാനത്തിലെ മലങ്കര സഭ എന്നും നിലനിൽക്കുന്നത്.